NBS സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട സാംസ്കാരിക നായകനാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു. NBS സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ നെടുമുടി ഹരികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൈനകരി സുരേന്ദ്രൻ, മധു ആലപ്പുഴ, ഡോക്ടർ അമൃത, ജി ബിപിൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ ബന്ധം വളരെ വലുതായി. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക കൂടുതലായിരുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയമായി അദ്ദേഹം ആരെയും മാറ്റി നിർത്താറുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായി എല്ലാ പ്രസ്ഥാനങ്ങളുമായി അദ്ദേഹത്തിന് ബഹുമാനമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നിനും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ 1987 അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം പരസ്യമായി പ്രകടനത്തിന് ഇറങ്ങി, പ്രസംഗിക്കാൻ പറഞ്ഞു, വീടുകൾ കയറി ഇറങ്ങി. അത് വലിയ തരത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്നത്തെ ഒരിക്കലും അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ ഞാൻ മത്സരിച്ചെങ്കിലും പിന്നെ അങ്ങനെ പരസ്യ മീറ്റിംഗ് അദ്ദേഹം ആദ്യത്തെ ഒരു തവണ വരികയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറ്റു പാർട്ടികളുടെ അനിഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. കുറേ കാലം മുമ്പാണ്. കരൂർ ആ വാർഡിൽ നിന്ന് പുറക്കാട് പഞ്ചായത്തിലെ കല്യാണം. അത് എൻ്റെ സഹോദരിയൊക്കെ താമസിക്കുന്ന അവിടെയാണ്, കുടുംബം അവിടെയാണ്. അവിടെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. സ്വന്തമായി ജയിച്ചു, ഇടതുപക്ഷ സ്വന്തം. പിന്നെ അദ്ദേഹം അതും പോയി. ഞാൻ നോക്കുമ്പോൾ ഇത്രയും സത്പ്രവർത്തനായ ഒരാൾ, ഇത്രയും പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ, പുരോഗമനപരമായ കാര്യങ്ങൾ മാത്രം വ്യാപകമാകുന്ന ഒരാൾ, ഇടതുപക്ഷത്തിന് വലിയ മുതൽക്കൂട്ടാകേണ്ട ഒരാൾ, സാഹിത്യ സംഘടനകളും ഒക്കെയുള്ള പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അമ്പലപ്പുഴയിലെ ഇടതുപക്ഷ അദ്ദേഹം യാതൊരു മമതാബന്ധവും പ്രത്യേകിച്ച് അവരാരും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ അവരെ പറ്റി പറയാം. മറ്റു പാർട്ടികൾക്കൊന്നും അത് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിൽ നഷ്ടപ്പെട്ട ഒരു സാംസ്കാരിക നായകനായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രസ്ഥാനവും അങ്ങനെ ആ ഭാഗത്ത് അദ്ദേഹത്തെ അങ്ങനെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഒരു RSSന്റെ പ്രവർത്തകനൊന്നും ആയിട്ടില്ല. അതുമായി ഐഡന്റിഫൈ ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം നമ്മൾ പോയിട്ടില്ല. എല്ലാ ജാതിമത സമുദായങ്ങളും ഒരുപോലെ സ്നേഹിക്കുകയും ഒരു തരത്തിലും ഒരു പക്ഷഭേദം കാണിക്കാത്ത